Next is geometric series. നമ്മൾ geometric sequence പഠിച്ച പോലെ തന്നെ ഒരു common ratio യിലുള്ള infinite sumമിനെയാണ് geometric series എന്ന് വിളിക്കുന്നത്. Let A be the first term and R be the common ratio. Then the infinite geometric series is given by A plus AR plus AR square plus etc plus AR raised to K minus 1. എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ടേമിൽ ആറിന്റെ പവർ will be 0. സെക്കൻഡ് ടേമിൽ ആറിന്റെ പവർ is 1. So third term power of R is 2. etc. Kth term power of R will be K minus 1. Correct? So which is the infinite geometric series denoted by sigma K equal to 1 to infinity A R K minus 1. എങ്ങനെയാണ് ഒരു general infinite geometric series ന്റെ sum? Okay? അതിൽ R വിളിക്കുന്ന പേര് common ratio. Known as the ratio, common ratio അല്ലെങ്കിൽ ratio. A is the first term. Okay? ഇപ്പൊ എല്ലാ ടേംസും സെയിം ആണെങ്കിലോ R 1 ആണെങ്കിലോ നമ്മൾ എടുക്കുന്ന കോമൺ റേഷ്യോ 1 ആണെങ്കിലോ 1 ഉള്ള ടേം ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. സോ A plus എക്സെട്ര എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ സം n ടേംസ് ഇൻറ്റു സം A ആണെങ്കിൽ n into A, റൈറ്റ്? ആൻഡ് ലിമിറ്റ് Sn ഇൻഫിനിറ്റി. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. കാരണം A പോസിറ്റീവ് ആണെങ്കിൽ ഇൻഫിനിറ്റിയും A നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആവും. ഇനി R -1 ആണെങ്കിലോ എയുടെ കൂടെ -1 മൾട്ടിപ്ലൈ, അപ്പൊ A മൈനസ് A ഇങ്ങനെയായിരിക്കും ആ ടേംസ് വരിക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സം എന്താ വരിക കഴിഞ്ഞ Sn എന്താ വരിക? ഓഡ് നമ്പർ ആണെങ്കിൽ സം A, ഈവൺ നമ്പർ ആണെങ്കിൽ സം 0. ശരിയല്ലേ? A മൈനസ് എയുടെ സം എന്താ? A പ്ലസ് മൈനസ് എ 0 അല്ലേ? ഓഡ് ടേംസ് ആണെങ്കിൽ എയും ഈവൺ ടേംസ് ആണെങ്കിൽ 0 ആയിരിക്കും സം. Sn nth പാർഷ്യൽ സം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിന്റെ സം ഉണ്ടെങ്കിൽ ഫോർമുലയിലേക്ക് എത്താൻ പോവാണ്. Sn എന്താ? A plus AR plus AR square plus etc plus AR raised to n minus 1. ഫസ്റ്റ് n ടേംസിന്റെ സം. ഓക്കെ, ഇനി അതിന് ത്രൂ ഔട്ട് എന്ത് മൾട്ടിപ്ലൈ ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താവും? AR plus AR square plus AR cube plus etc plus AR raised to n minus 1 plus AR raised to n. കംപ്ലീറ്റ് ഈ Sn ഈ ഫസ്റ്റ് ടേമിൽ ഫസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാ? 2 - 1 ചെയ്യാം. 2 - 1. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താവും? 2 - 1 ചെയ്യുമ്പോൾ അല്ല 1 - 2 സോറി 1 - 2 ചെയ്യുമ്പോൾ Sn മൈനസ് ആർ Sn വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് എന്താ വരിക? A ഉണ്ടാവും. ഈ AR ക്യാൻസൽ ആയി, AR സ്ക്വയർ മൈനസ് AR സ്ക്വയർ ക്യാൻസൽ ആയി, AR ക്യൂബ് മൈനസ് AR ക്യൂബ് ക്യാൻസൽ ആയി, എക്സെട്ര AR raised to n minus 1 ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ടേമും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? A minus AR raised to n. ഈ ബാക്കി എല്ലാ ടേംസും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിട്ട് പോകും. സോ A minus AR raised to n. ഈ ലെഫ്റ്റ് സൈഡിലെ കോമൺ Sn കോമൺ ആണ്. സോ 1 - Sn കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - R into Sn ഈക്വൽ ടു റൈറ്റ് സൈഡിലെ A കോമൺ. സോ A into 1 - R raised to n. That is Sn equal to A into 1 - R raised to n by 1 - R. nth പാർഷ്യൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഒരു ഫൈനൈറ്റ് ജോമെട്രിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഫസ്റ്റ് n ടേംസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതില് മോഡ് ആർ ലെസ് ദാൻ 1 ആവുമ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ ശരിക്കും മോഡ് എന്ന് പറഞ്ഞേക്കാളും R, മോഡ് ആർ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് R raised to n എങ്ങോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 0 സെന്റൻസ് ടു ഇൻഫിനിറ്റി. എന്ത് ചെയ്യും? മോഡ് ആർ ലെസ് ദാൻ 1 1/2 ഒക്കെ പോലെ, അതായത് 1നേക്കാളും ചെറിയ ക്വാണ്ടിറ്റി ഹോൾ പവർ n എടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ പോവാ 0 ആസ് n tends to infinity. നമ്മൾ കണ്ടതാണ് അല്ലെ? സോ R raised to ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഈ ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകും. ബാക്കി എന്ത് വരും? A by 1 - R. This is the formula for finding sum of an infinite geometric series. ഒരു infinite geometric series നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ് A by 1 - R. അതായത് മോഡ് ആർ ലെസ് ദാൻ 1 ആവുമ്പോൾ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആവും. എപ്പോഴാണ് കൺവേർജന്റ് ആവുള്ള ഒരു ജോമെട്രിക് സീരീസ്? അതിന്റെ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആവുമ്പോൾ മാത്രം. മോഡ് ആർ ലെസ് ദാൻ 1 ആവുമ്പോൾ മാത്രമേ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആവുള്ളൂ. കൺവേർജന്റ് ആവുന്ന വാല്യൂ ഏതാ? A by 1 - R. equal to 1 to infinity AR raised to n minus 1 in എന്താ? ഒരു ജോമെട്രിക് സീരീസിന്റെ സം, ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് സം is given by A by 1 - R, where A is the first term and R the common ratio. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജോമെട്രിക് സീരീസ് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ടേം A equal to 1/9, R equal to 1/3, R equal to 1/3, അത് കോമൺ റേഷ്യോ 1/3. ഫസ്റ്റ് ടേം 1/9 ആയിട്ടുള്ള ഒരു സീരീസ് കൺസിഡർ ചെയ്യാതെ 1/9 ഫസ്റ്റ് ടേം 1/9 എന്ത് ചെയ്യാം? അടുത്തത് നോക്കിയിട്ട് 1/3 മൾട്ടിപ്ലൈ. സോ 1/27 again 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/80 എക്സെട്ര. എങ്ങനെ എഴുതാം? ജസ്റ്റ് ഫസ്റ്റ് ടേമിനെ 1/9 into 1/3 whole power n minus 1. കാരണം A R raised to ഇങ്ങനെ എഴുതാം സിഗ്മ
a r raised to n minus 1. ഇതല്ലേ ഒരു ജോമെട്രിക് സീരീസിന്റെ ജനറൽ ടേം. സോ സിഗ്മ a r raised to n minus 1 കണ്ടില്ലേ? അപ്പൊ a എന്താ 1/9, r 1/3 whole power n minus 1 from n equal to 1 to infinity. എന്താ പറഞ്ഞേ? a by 1 minus a എന്താ 1/9 by 1 minus r is 1 minus 1/3. Final answer is 1/6. സിമിലർലി ഇതുപോലൊരു ജോമെട്രിക് സീരീസ് ഫസ്റ്റ് സമ്മും കോമൺ റേഷ്യോ തരുവാണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് സം അല്ലെങ്കിൽ ആ ഫൈനൈറ്റ് സം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. എങ്ങനെയാ? ഫസ്റ്റ് a by 1 minus r ഫോർമുല. ഇത് അതുപോലത്തെ ഒരു ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം -5 and common ratio -1/2. So a r raised to n minus sigma -5 minus 1/2 whole power n minus 1. a by 1 minus r ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ -10/3 ആൻസർ കിട്ടും. നെക്സ്റ്റ് വേർഡ് പ്രോബ്ലം. We used to draw our $10,000 out of Swiss account at age 65. 65. Okay. Age ഒരു $10,000 we draw. So thereafter you want to draw a 5/6 at as much each year as the preceding one. അതായത് എത്രയാണോ മുന്നേ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 5/6 എക്സ്ട്രാ ഡ്രോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സോ അസ്യൂമിങ് ദാറ്റ് ദ അക്കൗണ്ട് ഏൺസ് നോ ഇൻട്രസ്റ്റ്, അതിൽ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി മസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് ടു പ്രിപ്പയർഡ് ഫോർ ആൻ ആർബിട്രറി ലോങ് ലൈഫ് സ്പാൻ. അതായത് വേറെ ഒന്നുമില്ല, നമുക്കൊരു കുറെ അധികം ആർബിട്രറി ലോങ് ലൈഫ് സ്പാനിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. നമുക്ക് നോക്കാം. ആദ്യം 10,000 ഇടാണ്. 10,000 ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ മണി നമ്മൾ $10,000 ഇവിടെ ഡോളർ മെൻഷൻ ചെയ്യുന്നില്ല, 10,000 ഡ്രോ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് 10,000 5/6 ഡ്രോ ചെയ്യുകയാണ്. അടുത്തത് 10,000 വീണ്ടും അതിന്റെ 5/6 എക്സ്ട്രാ 5/6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5/6 into 5/6 അല്ലേ, 5/6 സ്ക്വയർ. വീണ്ടും അതിന്റെ 5/6 ടൈംസ് അടുത്ത ടൈം ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് കിട്ടുന്നത് തിരിച്ച് ജോമെട്രിക് സീരീസ്, റൈറ്റ്? കറക്റ്റ് അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു ജോമെട്രിക് സീരീസ്. നമുക്ക് വേർഡ് പ്രോബ്ലം ജോമെട്രിക് സീരീസ് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ 10,000 ഫസ്റ്റ് ടേം, ഇതാണ് ഫസ്റ്റ് ടേം. കോമൺ റേഷ്യോ എന്താ? 5/6 മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത വീണ്ടും ഒരു 5/6 മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത വീണ്ടും 5/6 മൾട്ടിപ്ലൈ ചെയ്തു. കോമൺ റേഷ്യോ 5/6 ആൻഡ് ഫസ്റ്റ് ടേം 10,000. ഈ 5/6 ലെസ് ദാൻ 1 ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലെ മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജന്റ് ആവുള്ളൂ, അതർവൈസ് ഡൈവേർജന്റ്. ആ ടേം അത് പറഞ്ഞില്ല അല്ലെ? ഓക്കെ, മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ സീരീസ് ഡൈവേർജന്റ്, അത് മറക്കരുത്. ജോമെട്രിക് സീരീസിൽ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജന്റ് ആകും, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജന്റ് ആവും. ഇവിടെ 5/6 ആണ്, ലെസ് ദാൻ 1 ആണ്, സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കൺവേർജന്റ്. കൺവേർജ് ചെയ്യുന്ന വാല്യൂ എങ്ങനെയാണ് പിടിക്കുക? a by 1 minus r. 10,000 by 1 minus r എന്ന് പറയുന്നത് 5/6. ആൻസർ 60,000. അപ്പൊ 60,000 എങ്കിലും ലൈഫ് സ്പാനിൽ നമുക്ക് അത് കിട്ടാൻ വേണ്ടിട്ട് ഇൻഫിനിറ്റ് ടേംസ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ വേർഡ് പ്രോബ്ലം ആണ്. A ball is dropped from a height of 4 meters. Each time it strikes the pavement after falling from a height of h meters, it rebounds to a height of 0.7 by h meters. Find the total vertical distance ball travels up and down. അതായത് ഈ ഒരു ബോൾ നമ്മൾ ഒരു 4 മീറ്റർ ഹൈറ്റിൽ താഴേക്ക് ഇടണം. അപ്പൊ അതിങ്ങനെ ഇതേ ഒരു മൂവ്മെന്റ് താഴേക്ക് ഇടുന്നു, വീണ്ടും ബൗൺസ് ചെയ്ത് ഈ രീതിക്ക് ഒരു മോഷൻ അതിനുണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്, അപ്പ് ആൻഡ് ഡൗണിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ ചെയ്യും? അതായത് ആദ്യം വരുന്ന വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാ, ഫസ്റ്റ് ടോട്ടൽ ഹൈറ്റ്. അപ്പൊ ആദ്യം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് എ ഫസ്റ്റ് ടേം. അടുത്ത വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാ? തിരിച്ച്. ഓക്കെ ഓക്കെ, മുകളിൽ ഇടുന്നത്. അപ്പൊ ഈ ഹൈറ്റ് കൂട്ടണ്ട. ഓക്കെ ഫൈൻ, മൈ മിസ്റ്റേക്ക്. അതായത് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആദ്യം ഇവിടുന്ന് പോകുന്നില്ല, താഴെ നല്ല പോകുന്നില്ല. സോ നമുക്ക് മുകളിൽ നിന്നുള്ള ഹൈറ്റ് മതി. ആദ്യം വരുന്നത് ഇവിടുന്ന് താഴോട്ടുള്ള ഹൈറ്റ് എത്രയാ? അത് എ. അടുത്തത് വീണ്ടും ബൗൺസ് ആവാണ്, ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റ് എത്രയാ? അത് എ ആർ. വീണ്ടും അതേ ഹൈറ്റ് താഴേക്ക് വരികയല്ലേ, വീണ്ടും ഒരു എ ആർ. പിന്നെ എത്ര പോണേ? എ ആർ ക്യൂബ്. ഇതെങ്ങനെ ഈ എ ആർ ഒക്കെ ഞാൻ എടുത്തേ? ഫസ്റ്റ് എ ആണെങ്കിൽ നെക്സ്റ്റ് ഇതിൽ പോകുന്നത് ഒരു ജോമെട്രിക് സീരീസിലായിരിക്കും വിത്ത് കോമൺ റേഷ്യോ ആർ. കാരണം എന്തുകൊണ്ടാ? അത് തന്നിരിക്കുന്ന ഒരു ബൗൺസ് ചെയ്ത് പോവാ. ബൗൺസ് ചെയ്ത് പോകുമ്പോ ഒരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതേ ഹൈറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ എ ആർ സ്ക്വയർ വീണ്ടും 2 തവണ ഒരു ബൗൺസ് ചെയ്ത് തിരിച്ചു വേണമല്ലോ. അപ്പൊ എ ആർ സ്ക്വയർ 2 തവണ. നമ്മുടെ സീരീസ് എങ്ങനെയാ? a+2. a മാത്രം ഫസ്റ്റേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, കാരണം മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നത്, അപ്പൊ താഴ്ന്നു പോകുന്നില്ല. സോ a+2ar + 2ar സ്ക്വയർ + 2ar³ + എക്സെട്ര. അതാണ് നമ്മുടെ ഗിവൺ ജോമെട്രിക് സീരീസ്. നമുക്ക് വേണ്ടത് അതിന്റെ സമ്മ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്
ഇതിന് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആയിട്ട് ഇതിന്റെ സമ്മ് വേണം. ഫസ്റ്റ് ടേം എന്താ എ. നമുക്ക് ഇത് തൊട്ടുള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് കണക്കാക്കാം. ഇത് തൊട്ട് നമുക്ക് ഇതും ഇൻക്ലൂഡ് ചെയ്ത് ജോമെട്രിക് സീരീസ് ആവില്ല. എ ഇൻക്ലൂഡ് ചെയ്ത ജോമെട്രിക് സീരീസ് ആവില്ല. ഇത് മാത്രം ജോമെട്രിക് സീരീസ്. ഫസ്റ്റ് ടേം 2ar കോമൺ റേഷ്യോ 6. ശരിയല്ലേ? എ ഇതിൽ ഇൻക്ലൂഡ് ഉണ്ട്. അപ്പൊ എ തനിയെ കാണാം. എ പ്ലസ് ഈ ബാക്കിയുള്ളതിൽ ജോമെട്രിക് സീരീസിന് സമമായ a/1 - r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2ar/1 - r. അതാണ് ഫസ്റ്റ് ടേം. r ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. സോ 1/a/1 - r. അത് വാല്യൂ പിടിച്ചു. ഇനി എന്താ വേണ്ടേ? എയുടെ വാല്യൂ 4 തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ 0.75 തന്നിട്ടുണ്ട്. 0.75 ഹൈറ്റിന്റെ 0.75 ടൈംസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആറിന്റെ വാല്യൂ 0.75 തന്നിട്ടുണ്ട്. 3/4 അല്ലെ? 1നെക്കാളും ചെറുതല്ലേ? മോഡ് ആർ ലെസ് ദാൻ 1. സോ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിൽ സം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കൺവേർജന്റ് ആണ്. given by a/1 - r. അപ്പൊ ഈ ഫോർമുല ആറിന് എന്ത് കൊടുക്കുക? 0.75 കൊടുക്കുക. എക്ക് 4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then you will get the height as travel distance, total vertical distance traveled is 28 meters. Clear? Next problem is express a repeating decimal 5.232323 etc. as the ratio of integers, two integers. അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ ഉണ്ടല്ലോ, 232323 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഡെസിമൽ, അതിനെ രണ്ട് ഇന്റീജേഴ്സിന്റെ റേഷ്യോ ഒക്കെ എഴുതും. സംതിങ് ബൈ സംതിങ് എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെങ്ങനെ എഴുതും? ആദ്യം ഈ 5.2323 നമുക്ക് എങ്ങനെ എഴുതാം? 5 പ്ലസ് പിന്നെ എക്സ്ട്രാ എന്താ ആഡ് ആവുന്നത്? ഈ 23 റിപ്പീറ്റിംഗ് ടേം അല്ല. അപ്പം ഈ 0.23 എനിക്ക് 23/100 എഴുതാം. 0.0000023 23/10,000 എഴുതാം. കാരണം 4 ഡിജിറ്റ്സ് വരുന്നുണ്ടല്ലോ, 4 zeros വരും. അപ്പോൾ അടുത്തത് ഇവിടെ എടുക്കുന്നത് 6 zeros വരുന്ന 23/10 lakh. അങ്ങനെ ഓക്കെ, ഇതൊരു നമുക്ക് ഈ ഒരു സമ്മനെ ഈ ഒരു ടേമിന് ഈ ഒരു ഡെസിമൽ ഈ ഒരു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. Obviously it is a what? A geometric series, right? First എന്താ 5, common ratio എന്താ 1/100. 1/100. So 1/100 common ratio വരുന്ന 1/100 ലെസ് ദാൻ 1 ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ? കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണ്. നമുക്ക് ഇതിന് എന്തുണ്ട്? ഒരു ജോമെട്രിക് സീരീസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് 23/100 എല്ലാത്തിലും കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്തെടുക്കാം? 23/100 കോമൺ എടുത്തു. അപ്പൊ ഫസ്റ്റ് ടേം 1, കോമൺ റേഷ്യോ 1/100 ആയിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസ്. അല്ലെങ്കിൽ 23/100 അകത്തെടുത്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. എല്ലാ ടേമിലും 23/100 ഉണ്ടല്ലോ, അപ്പൊ സോ കോമൺ എടുത്തു. സോ 5 പ്ലസ് 5 ഒന്നും ചെയ്യുന്നില്ല, ഇതോട്ട് ജോമെട്രിക് സീരീസ് തുടങ്ങുന്നുള്ളൂ. സോ 5 പ്ലസ് 23/100 മാറുന്നില്ല. ബാക്കി ഇത് ഫസ്റ്റ് ടേം 1a/1 - r, r വാല്യൂ 1/100. അത് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ? കാര്യം ഇങ്ങനെ മനസ്സിലാക്കുന്നത് തന്നിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസ് സമയത്ത് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് സംബന്ധിക്കാനുള്ള ഫോർമുലയാണ് a/1 - r, where a is the first term and r is a common ratio. So thank you.